നിങ്ങളെന്താ വായി വിളിച്ചിക്കണ? ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു, കൂളായിട്ടുള്ളതും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഡേ ആയിരുന്നേ. അപ്പോൾ നമ്മൾ ഈ കാവടിതുള്ളി പോണത് വേറെ എവിടെയില്ല കേട്ടോ. നമ്മൾ ജോലിക്ക് പോണേണ്, കാറ്ററിങ്ങിന് പോണേണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം കുറേ പേരൊക്കെ സ്പ്ലിറ്റായിപ്പോയി, വേറെ വേറെ സ്ഥലത്തേക്കായിപ്പോയി. ഞങ്ങൾക്ക് ആദ്യം തന്നത് കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനായിരുന്നു ആദ്യം പറഞ്ഞത്. അവിടെ ചെന്നിട്ട് അടുത്ത് തന്നെയാണെന്നായിരുന്നു നമ്മളോട് പറഞ്ഞു വെച്ചത്. പക്ഷേ നമ്മൾ ബസ്സിലിരുന്നപ്പോഴാണ് നഗ്നസത്യം മനസ്സിലാക്കണത്. കാക്കനാടല്ല ഞങ്ങൾക്ക് പോകേണ്ടത്, ഞങ്ങൾക്ക് മൂവാറ്റുപുഴ റൂട്ടാണ് പോകേണ്ടത്. മൂവാറ്റുപുഴയിൽ ചിറ്റനാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നമുക്ക് വർക്കുള്ളത്. കുറച്ചിങ്ങനെ ഉള്ളിലോട്ടുള്ള ഏരിയയാണ്. അപ്പോൾ വണ്ടിക്കാശോ അല്ലെങ്കിൽ ഫുഡോ ഒന്നും മര്യാദക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലില്ല കേട്ടോ. എങ്ങോട്ടാ പോകേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതെ ഗൂഗിൾ മാപ്പിൽ പല സ്ഥലവും കാണിച്ചുകൊണ്ടാണ്, കാരണം റേഞ്ച് കിട്ടണില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ KSRTC ബസ്സിൽ കയറിയിട്ട് എവിടെ പോകണമെന്നറിയാതെ നമ്മൾ എങ്ങോട്ടേക്കെങ്കിലും പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ, ഞങ്ങളത് റിയൽ ലൈഫിൽ അങ്ങ് ജീവിക്കണേ. എവിടെയാണ് പോകേണ്ടതെന്ന് ഒരെത്തും പിടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചിറ്റനാട് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ വണ്ടർല ഉള്ളത്. ഞങ്ങൾ വണ്ടർല കണ്ടപ്പോഴത്തേക്കും അതിങ്ങനെ ആസ്വദിച്ചിരിക്കണമായിരുന്നു കേട്ടോ. ഇവിടെ ഒന്ന് പോകണം, ഫ്രണ്ട്സിനെയൊക്കെ ഇട്ടൊന്ന് പോകണം, നമുക്ക് ഒരു ദിവസം പോകാവേ, എന്തായാലും പോവാം. നമ്മളെന്ത് ചെയ്യും? രണ്ട് പോടന്മാരെയും കൊണ്ട് ഇറങ്ങിയത്. അതെ, വണ്ടർലേ പോണം. നമുക്ക് ഇങ്ങോട്ട് പോയാലോ? നിങ്ങളെന്താ വായി വിളിച്ചിക്കണ? അങ്ങനെ വണ്ടർലയുടെ ഭംഗി ആസ്വദിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എത്തേണ്ട സ്ഥലം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർ അങ്ങനെ ഒരു സ്ഥലമേ ഇവർക്കറിയില്ല എന്നാണ് ആ ബസ്സുകാർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഏതോ ഒരു സ്റ്റോപ്പിൽ, വണ്ടർല കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു സ്റ്റോപ്പിൽ ചാടി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇതേപോലത്തെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നേ. അങ്ങനെ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് പോകേണ്ടത് ഒരു ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കയറ്റമായിരുന്നു. ഒരിറക്കവുമില്ല, മൊത്തം ഈ കയറ്റമാണ്. അപ്പം നമുക്കത് രാവിലെ തീരെ പറ്റണില്ല കേട്ടോ, ഇങ്ങനെ രാവിലെയുള്ളൊരു ഈ ഒരു പോക്ക്. ഗൈസ്, ഒരു വണ്ടർല തപ്പി പോണതാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു മതിലുണ്ട്, ഇതുണ്ട്, വണ്ടർലയാണത്. ഇവരതിലേക്കൂടെ ചാടി വല്ല സ്വിമ്മിംഗ് പൂളിൽ കിടക്കാനാണ് അവരുടെ ഐഡിയ. അവരടിച്ച് പുറത്താക്കുമ്പോൾ അവരിങ്ങോട്ട് വന്നോളൂ. ഓക്കെ ഗൈസ്, ഗൈസ് മഴ വീണുണ്ട് കേട്ടോ. ഗൈസ് ഒരു സ്നാപ്പ് എഡിറ്റ്. ഫൈനലി ഞങ്ങൾ സ്പോട്ടിലെത്തി. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ അവിടെ കിടന്ന് വിരകണിയിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കുക, ചെറിയ ജോലിയായിരുന്നു, പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമ്മൾ റിട്ടേൺ പോരണേനെ. രാജകീയ പദവി ഇവിടെ 2 ഹോളുണ്ട്, 3 സ്ഥലം എവിടെ തപ്പണേ. ഒരുത്തന് വായിക്കറിയില്ല, ഒരുത്തന് കണ്ണും കാണൂല. നമുക്കില്ലേ ഈ കടയിലൊന്ന് പോയി നോക്കാം. 19 രൂപക്ക് ഡ്രസ് മെറ്റീരിയൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഓക്കെ. അപ്പം ഞങ്ങൾ കിച്ചൺ വണ്ടിയിലാണ് കേട്ടോ റിട്ടേൺ വന്നത്. അത് റിസ്ക്കും കാര്യങ്ങളുള്ള ഇതൊന്നും അല്ല കേട്ടോ, ഭയങ്കര
ഞങ്ങൾ സേഫായിട്ടായിരുന്നു ഇരുന്ന് പോകുന്നത് ഇങ്ങോട്ട്. പിന്നെ നമ്മൾ തൃപ്പൂണിത്തുറയിൽ വന്നിറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു ഷോപ്പ് കണ്ടേ 19 രൂപക്ക് തുണി കിട്ടുമെന്ന്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പിലോട്ട് വന്നത്. ഇത് വന്നിട്ട് തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൻ്റെ അരികത്തുള്ളൊരു ഷോപ്പാണ് കേട്ടോ. പിന്നെ ഉള്ളിൽ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഓണത്തിന് പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാനപ്പോൾ ഇവിടെ നിന്ന് ബ്ലൗസിന് പറ്റിയിട്ടുള്ളൊരു മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 19 രൂപയുടെ സംഭവം ഇവിടെ ഇല്ലായിരുന്നു, തീർന്നു പോയി എന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ ഉള്ളതിൽ നല്ല പ്രിൻറ്റുകളുള്ള മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അജ്രക് പ്രിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് അജ്രക് പ്രിൻറ്റിൻ്റെ ഒരു മീറ്റർ തുണി എടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണം നോക്കാനായിട്ട്. ജസ്റ്റ് 98 റുപ്പീസ് ആയുള്ളൂ അതിന്. അപ്പോൾ എനിക്കത് കുറച്ച് വേർത്തായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. വേറെ ഒന്നും അങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അരിച്ച് പെറുക്കി മൊത്തം എങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാവേ. അങ്ങനെ നമ്മൾ റിട്ടേൺ വരാനുള്ള ബസ് കാത്ത് നിൽക്കണേ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ പെൺപടകളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ അവരുടെ കൂടെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ അതിന് നിങ്ങൾ കുറച്ച് ചളിയുടെയും ഡയലോഗുകളും പിന്നെ ഞങ്ങളുടെ കളിയും ചിരിയൊക്കെ കുറച്ച് നേരത്തേക്ക് സഹിക്കുക. മീനു, സീന, ജെസി. ഒന്നും കൂടെ ശൃംഗാരം ഇതാണ് എന്റെ മാത്രം ബാബു. അത് എന്റെ മാത്രം ബാബു ആണെന്ന് നോക്കുന്നില്ല. എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ ടയേർഡായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് എൻ്റെ അരുമയേറുന്ന സഹോദരൻ എനിക്ക് മന്തി വാങ്ങിച്ചു തന്നു. മന്തിയും അൽഫാമും. ആരും കൊതിയിടല്ലേ? അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ അങ്ങനെ മന്തി ഫാനൊന്നല്ല, എന്നാലും കഴിച്ചു വിശന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തേ. അപ്പം ഞാൻ ഇട്ടേക്കണത് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെ കോറൽ ബ്ലഷ്, 3ാമത്തെ പ്രാവശ്യം ഇത് പറയണേ. അപ്പോൾ അതങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റായിട്ടാണ്. പിന്നെ കുറച്ച് നേരം എൻ്റെ ഉണ്ടാപ്പിയുടെ ഇങ്ങനെ കളിയും ചിരിയും തമാശയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നുറങ്ങിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ബൈ.